കിയ കാരൻസ് ക്ലാവിസ് EVയുടെ ഓണേഴ്സ് റിവ്യൂ ആണ്. 1350 കിലോമീറ്ററോളം ഓടി. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി എനിക്ക് വണ്ടി കിട്ടിയിട്ട്. ടിയാഗോ EV എൻ്റെ വൈഫിനുണ്ട്. ഒരു 7 സീറ്ററിൻ്റെ ഒരു വണ്ടി കൂടെ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഒരു ബഡ്ജറ്റ് വണ്ടി എന്നുള്ളൊരു കിയ കാരൻ ക്ലാവിസ് പ്ലാൻ ചെയ്തായിരുന്നു. അത് ബുക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ബുക്കിംഗ് ഡിലേ വന്ന സമയത്ത് ഈ EVയുടെ ലോഞ്ച് വന്നു. അപ്പോൾ ഇതിനൊരു ടെസ്റ്റ് ഡ്രൈവ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എങ്കിലും അത് EVയുടെ കഴിഞ്ഞ ടിയാഗോയുടെയൊക്കെ പെർഫോമൻസ് വെച്ച് അത് നല്ലതായിരിക്കും 7 സീറ്റർ. പിന്നെ എത്രമാത്രം ഇതിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരിക്കുമെന്ന് ഒരു ഉറപ്പൊന്നുമില്ലായിരുന്നു. എങ്കിലും അത് ബുക്ക് ചെയ്തു. കഴിഞ്ഞ 1.5 മാസത്തിന് മുമ്പ് കിട്ടി. അന്ന് മുതൽ ഇതുവരെ ഒരു 1350 കിലോമീറ്റർ ഓടി. ഇടയ്ക്ക് കോട്ടയം പോയി തിരിച്ചു വന്നു. അന്ന് ഏകദേശം 320-50 കിലോമീറ്ററിനകത്തുള്ള ഒരു റേഞ്ച് കിട്ടി. ഞങ്ങൾ 4 പേര് പോയി ആവശ്യത്തിന് AC ഒക്കെ യൂസ് ചെയ്ത് ഫുൾ AC ഒക്കെ യൂസ് ചെയ്ത് പോയി വരുമ്പോൾ തന്നെ നല്ലൊരു ഇത് കിട്ടി. ഇന്ന് ഞങ്ങൾ കല്ലാറിൽ നിന്ന് പൊന്മുടി വരെയുള്ള ഒരു ഫസ്റ്റ് ഹിൽ സ്റ്റേഷൻ ഒരു റൈഡ് നടത്തുമായിരുന്നു. അതിനകത്ത് നമുക്ക് 3 മോഡുകളുണ്ട്: ഈക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്. അപ്പോൾ ഒരുപക്ഷെ ഹിൽ സ്റ്റേഷനിലൊരു നോർമലോ സ്പോർട്സ് മോഡൊക്കെ ഇടേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈക്കോ മോഡിൽ തന്നെ അത്യാവശ്യം നല്ല പവറായിട്ട് തന്നെ വണ്ടി കയറി വരാനായിട്ട് ഇടയായി. അതുകൊണ്ട് എല്ലാം ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനം ഇതിൻ്റെ കിയ കാരൻസ് ക്ലാവിസ് EV XTX എന്ന സെക്കൻഡ് വേരിയൻ്റ് മോഡലാണ്. 42 കിലോയുടെ ബാറ്ററിയാണ് ഇതിലുള്ളത്. 402 റേഞ്ചാണ് അവർ അവകാശപ്പെടുന്നത്. എങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമുക്കൊരു ഫുൾ AC ഒക്കെ ഇട്ട് ഈ റീജനറേഷൻ ഒന്നും നോക്കാതെ ഒക്കെ ഡ്രൈവ് ചെയ്യുകയാണ്, അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്നു എങ്കിൽ ഇപ്പോഴും ഒരു 320-350 കിലോമീറ്ററൊക്കെ ഇപ്പോൾ റേഞ്ച് നമുക്ക് ഒരു പെർഫോമൻസ് കിട്ടുന്നു. 4550 മില്ലിമീറ്റർ നീളമാണ് ഇതിനുള്ളത്. ഒരു 7 സീറ്റർ വണ്ടിയുടെ ഇതനുസരിച്ച് അതിൻ്റെ വിത്ത് തന്നെ 1800 വീതിയുണ്ട്. സീറ്റിംഗ് കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ല സ്പേസ്, ബാക്ക് സീറ്റിൽ പോലും നമുക്ക് നന്നായിട്ട് ഇത് ചെയ്യാം. അതിൽ ബൂട്ട് സ്പേസും അത്യാവശ്യത്തിനുണ്ട്. 3rd റോ കഴിഞ്ഞിട്ടും അത്യാവശ്യം നമുക്ക് ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. 3rd റോയിൽ കഴിഞ്ഞിട്ടും ഒരു പെട്ടി 2 പെട്ടിയൊക്കെ വയ്ക്കുവാനുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്കുണ്ട്. ആ 3rd സീറ്റും പോലും നമുക്ക് റിക്ലൈൻ ചെയ്യാം, അത്യാവശ്യം റിക്ലൈൻ ചെയ്യാം. അത്രയും നമുക്ക് റിക്ലൈൻ ചെയ്യാം. എങ്കിലും ബാഗൊക്കെ വയ്ക്കാം. നല്ല 3rd റോയിൽ തന്നെ 2 പേർക്ക്, കുഞ്ഞുങ്ങൾക്ക് 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. അതിലും ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഹെഡ് റെസ്റ്റും ഉണ്ട്. ഇത് ഫോൾഡ് ചെയ്യാം. ഫുൾ ലഗേജ് കയറുവാണെങ്കിൽ 5 പേർക്ക് യാത്ര ചെയ്യുമ്പോൾ പോലും ആണെങ്കിൽ നമുക്ക് ഫുൾ ഫോൾഡ് ചെയ്താൽ വിശാലമായ ഒരു ബൂട്ട് സ്പേസാണ്. നമുക്ക് 5 പേർക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലഗേജ് സ്പേസ് നമുക്ക് കാണാൻ കഴിയും. ഇത് നോർമൽ സീറ്റിംഗ് ആണ്. നമുക്ക് സീറ്റ് സ്ലൈഡ് ചെയ്യാം. ഇത്രയും സ്പേസ് കിട്ടും. റിക്ലൈൻ ചെയ്യുമ്പോൾ പോലും ആ 2nd റോ ഒരു VIP ഇത്രയും നമുക്ക് ഒരു പ്രീമിയം കാറിൻ്റെ ഒരു എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഒരു സ്പേസും ലെഗ് സ്പേസും ഒക്കെ ആയിട്ട് നമുക്ക് 2nd റോയും യൂസ് ചെയ്യാൻ പറ്റും. സീറ്റ് നമുക്ക് പുറകിലോട്ട് കയറാനായിട്ട് 1 ടച്ച്. അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് 3rd റോയിലേക്ക് കയറിയിരിക്കാം. ഇങ്ങനെ ഒരു 3rd റോയിൽ തന്നെ നമുക്ക് അത്യാവശ്യം കാലൊക്കെ നീട്ടി എങ്കിലും ഈ സീറ്റ് ചെയ്താണ് ഒരു ഫുള്ളായിട്ടിങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. 2nd റോയിൽ നമുക്കൊരു ട്രേ വരുന്നുണ്ട്. പിന്നെ എയർ പ്യൂരിഫയർ ഉണ്ട്. സ്മാർട്ട് പ്യുവർ
എയർ പ്യൂരിഫയർ ഉണ്ട്. അതുപോലെ തന്നെ AC കൺട്രോൾ, AC സെക്കൻഡ് റോയിലും പുറകിലുമൊക്കെ AC കൺട്രോളും. ഇതിൻ്റെ വെൻറ്റിലേഷനൊക്കെ ഈ പുറകിലുമുണ്ട്. പുറകിൽ ഇതിൻ്റെയൊക്കെ സൈഡിൽ വരുന്നു. എല്ലാ സ്ഥലങ്ങളിലും പുറകെ ഉൾപ്പെടെ എല്ലായിടത്തും ചാർജിങ് പോർട്ടുകളുണ്ട്. എല്ലാ സൈഡിലും പുറകിലും ഇരിക്കുന്നവർക്കും എല്ലാം ചാർജിങ് പോർട്ടുകൾ ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് വിൻഡോയിൽ നമുക്ക് വിൻഡോ ഷീൽഡ് ഉണ്ട്. ഓക്കെ, 360 ക്യാമറ, അഡാസ് ലെവൽ 2, അങ്ങനെ ഫുൾ ലോഡഡാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബീം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്. പിന്നെ വാട്ടർ ബോട്ടിലോ ബാക്കി കാര്യങ്ങളോ കീയൊക്കെ വയ്ക്കാൻ, അതിൻ്റെ ബോട്ടിലൊക്കെ സൈസ്, അതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫിക്സ് ആവും. അതുപോലെ ഫിക്സ് ചെയ്ത് വയ്ക്കും. വയർലെസ് ചാർജർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമ്മളത് ഫോൺ വെച്ച് കഴിയുമ്പോൾ ചാർജിങ് സ്റ്റാർട്ടാകുമ്പോൾ അതിലൊരു ലൈറ്റ് കാണിക്കും. നമ്മൾ പൊന്മുടിയുടെ മുകളിൽ നിൽക്കുമ്പോൾ 69% നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ റീജനറേഷൻ മോഡ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവാം. ഈ സ്റ്റിയറിങ്ങിൻ്റെ പുറകിലായിട്ടാണ് ഈ റീജനറേഷൻ്റെ ആ ഷിഫ്റ്റ് ഇരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ പെഡലാണ് അതിൻ്റെ ഷിഫ്റ്റാണ്. റീജനറേഷൻ അത് 1, 2, 3 മാക്സിമത്തിലേക്ക് പോകും. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കത് മൈനസ് ചെയ്യാം. ലെവൽ 3, ലെവൽ 2, ലെവൽ 1 അങ്ങനെ. നമ്മളത് റൈറ്റ് സൈഡിലെ ആ പെഡൽ ഹോൾഡ് ചെയ്ത് പിടിച്ച ഓട്ടോ റീജനറേഷനാണ്. അപ്പോൾ അത് റണ്ണിങ് അനുസരിച്ച് ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും റീജനറേഷൻ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷിഫ്റ്റ് ആയിക്കോളും. അതിൻ്റെ റണ്ണിങ് അനുസരിച്ച് മാറിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ ഹിൽ സ്റ്റേഷൻ പൊന്മുടിയിൽ നിന്ന് നമ്മൾ 69% റീജനറേഷനിലൂടെ നമ്മൾ താഴോട്ട് പോകാൻ പോവാണ്. റീജനറേഷന് നമുക്കിതിനകത്ത് ഡിസ്പ്ലേയിൽ ചാർജിങ് മോഡ് ചാർജ് കയറുന്നത് നമുക്ക് കാണാൻ കഴിയും. റേഞ്ചിലാണ് നമ്മൾ പൊന്മുടിയിൽ നിന്ന് താഴേക്ക് വന്നത്. ഓട്ടോ റീജനറേഷനിലൂടെ നമുക്ക് ഇപ്പോൾ 75 ഏകദേശം 6% കൂടി. അപ്പോൾ റീജനറേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിൽ ഡിം ആൻഡ് ലൈറ്റ് ബ്രൈറ്റ്, ഓട്ടോ ഡിം ആൻഡ് ബ്രൈറ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലെ വണ്ടി വരുമ്പോഴൊക്കെ ഡിം ആയിക്കോളും. അതൊരു നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ പനോരമിക് സൺറൂഫും നമുക്ക് ഈ വണ്ടിയിലുണ്ട്. നമുക്കൊരു ഫ്രണ്ട് നമുക്ക് ഫുൾ പനോരമിക്കാണ്. പിന്നെ ഫ്രണ്ട് ഇത്രയും നമുക്ക് ഓപ്പൺ ആക്കാം. സസ്പെൻഷനൊക്കെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഒരു 24 lakhs എനിക്ക് ഓൺ റോഡ് ഈ വണ്ടി ഇതിൽ വന്നപ്പോൾ, ഓൺ റോഡ് വന്നപ്പോൾ 25 എക്സ്റ്റൻഡ് വാറൻറ്റി ഉൾപ്പെടെ ഒരു ബഡ്ജറ്റ് പ്രീമിയം ആഡ് ചെയ്തിട്ടുള്ള പ്രീമിയം റേഞ്ചിലുള്ള ഒരു വണ്ടിയാണ്. പ്രീമിയം കാറിലുള്ള എല്ലാ ഫെസിലിറ്റീസും ആഡ് ചെയ്തുകൊണ്ടുള്ള, ഫീച്ചേഴ്സും ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ലൊരു വാഹനമായിട്ട് എനിക്കത് തോന്നുന്നു.